ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഗോതമ്പിൻ്റെ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അരിഞ്ഞു വെച്ച പച്ചമുളക്, സവാള നോക്കിയിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ കേട്ടോ. പേര് ഇഷ്ടമുള്ളവർക്ക് അല്പം മുളക് പൊടി ഇടാം. ഞാനിപ്പോൾ അല്പം മുളക് പൊടി ഇട്ടുന്നുണ്ട്, ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് കൈവച്ച് കുഴയ്ക്കാം. ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെ ലൂസായി പോരുത്. അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് നോക്കണം. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുക്കണം. നമ്മൾ മറ്റേ വടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കുഴയാണ് വേണ്ടത്. മുകളിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ നമ്മുടെ കല്ലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. നമുക്ക് തവ വെച്ച് കൊടുക്കാം. തവയൊന്ന് ചൂടാവട്ടെ. മാവിട്ട് കൊടുക്കണേ. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ പരത്തണം. തവി വെച്ച് പരത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടില്ലതാ. എന്നിട്ട് പരത്തി കൊടുക്കാം. നിറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നാലായിരിക്കും കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. നിറച്ച് നമ്മൾ ചുറ്റും ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് എണ്ണ കിടന്ന് വേവട്ടെ. മുരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ആയി വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ട് നന്നായിട്ട് മൂക്കട്ടെ. എടുക്കാം. ആഹാ, നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് കറിയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. മുളകിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കാം. മുളക് സൈഡ് ഡിഷായിട്ട് എടുക്കാം. വെച്ച് ചെറുതായി കൊത്തിരിഞ്ഞ സവാള, അതിലേക്ക് അല്പം മുളക് പൊടി, ഉപ്പ്, അല്പം വിനെഗർ, അല്പം മതി കേട്ടോ, പുളി ഇഷ്ടപ്പെടുന്നു. ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊണ്ടേ ഗോതമ്പപ്പത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മുളക് റെഡി ആയിട്ടുണ്ട്. സൈഡിലേക്ക് ഇട്ട് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.